ഹായ്, പ്ലാന്റ് പാർക്ക് 25 മൈലിൽ നമ്മളിവിടെ ഒരു നഴ്സറിയിലാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചെടികളൊക്കെ എങ്ങനെയാണ് ഉള്ളത് നമ്മൾ നോക്കി നോക്കാം കേട്ടോ. പുതുപ്പാടി പറഞ്ഞ സ്ഥലത്താണ് പ്ലാന്റ് പാർക്ക് ഉള്ളത്. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളിൽ കയറി നോക്കാം. ഓക്കെ, ഇവിടെ നല്ല ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് കേട്ടോ. ഇവിടെ നല്ല നല്ല വെറൈറ്റി ചെടികൾ ഉണ്ടല്ലേ കണ്ണ. ചേച്ചി, ഇതൊക്കെ എന്താ, ഏത് ഐറ്റംസ് ചെടികളാ അത്? ഏതാ? 10 മണി പറഞ്ഞ ഐറ്റംസ് അല്ലേ? ഇത് പല അത് ശരി. ഇത് 8 മണിക്ക് പൂ വിരിയുന്നാണോ? രാവിലെ 8 മണിയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതോ? സാലിയ സാൽവിയ സാൽവിയ സാൽവിയ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് പല കളറിൽ വരുന്നുണ്ടല്ലോ അല്ലേ? ആഹാ, അടിപൊളിയാണല്ലോ. ഓക്കെ. ചേച്ചി, പിന്നെ ഇത് ഏതൊക്കെയാ ഐറ്റംസ്? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ ഫുൾ വെള്ള കളറായിരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും പച്ചയാവും. എങ്ങനെ? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഡിസംബർ, ജനുവരി, മാർച്ച് വരെ ഇത് വൈറ്റ് കളർ ആയിരിക്കും അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞാല് സാധാ പച്ച കളർ ഇലയാവും. ഇത് പൂവല്ല, അപ്പൊ ഇലയാണോ? അത് ഇല തന്നെ വെള്ള കളറായിട്ട് വരുന്നു ഡിസംബർ. ശരി ശരി ശരി. അത് ഇലയാണ് ലിജി, പൂവല്ല കേട്ടോ. ഇതോ? കോളിഫ്ലവറിന്റെ ഒരു വെറൈറ്റിയാണ്. ഫുഡായിട്ട് ഉപയോഗിക്കുന്നതല്ല, ഫുഡായിട്ട് ഉപയോഗിക്കുന്നതല്ല, ഫ്ലവറായിട്ട് മാത്രം. കോളിഫ്ലവറിന്റെ ഇലയാണിത് അല്ലേ? കളർ കളർ ചേഞ്ച് ആകുമോ? കളർ ചേഞ്ച് ആവില്ല. കോളിഫ്ലവറിന്റെ അതേ മോഡൽ ഒരു ചെടിയാണത്. റോസാപ്പൂകളൊക്കെ പല കളർ റോസാപ്പൂകൾ. ഷോക്ക് ഉപയോഗിക്കുന്നു. ഓക്കെ ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം, ഉള്ളിലേക്ക് പോവാം. റോസാപ്പൂ ഞാൻ കാണിച്ചു. റോസാപ്പൂ കാണിച്ചത് ഇത് കാശ്മീർ റോസുകളാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. എങ്ങനെ? ഇതിന് കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് പൂ വിരിയും. ഒരുപാട് വലിപ്പം നോക്കൂല അത്? ഇല്ലല്ല. അപ്പൊ നല്ല നല്ല വെറൈറ്റി ചെടികളുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ വയനാട്ടിലേക്ക് പോകുമ്പോൾ പുതുപ്പാടിയിലാണ് ഈ നഴ്സറി ഉള്ളത് കേട്ടോ. പുതുപ്പാടി റോഡ് സൈഡിൽ തന്നെയാണ്. നമ്മുടെ ഹൈവേന്റെ സൈഡാണ് കേട്ടോ. വയനാട് ഹൈവേന്റെ സൈഡിൽ തന്നെയാണ് ഉള്ളത്. എന്താണ്? യൂജീനിയ എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽ പെട്ടതാണ് അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താ ചെടിക്ക്? ഇതിന്റെ പ്രത്യേകത ഷോ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ കളർ ചേഞ്ച് വരും. വരുമ്പോൾ ചുവപ്പായിരിക്കും, പിന്നെ അത് ചേഞ്ച് ആയി ലാസ്റ്റ് പച്ച കളറാവും. അത് ശരി, കളർ മാറ്റം വരും അല്ലേ? പിന്നെ ഒന്നും കൂടി ഷേപ്പാക്കി കൊടുക്കുമ്പോ വീണ്ടും കളർ ചേഞ്ച് ആവും. പിന്നെ നല്ല നല്ല വെറൈറ്റി പിന്നെ വേറെ ഏതൊക്കെയുള്ളത്? ഒരുപാട് നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ചെടികളുണ്ട് കേട്ടോ അവിടെ. എന്തായാലും ഇവിടെ എല്ലാവരും ഒന്ന് വന്ന് ചെടികള് ഒരുപാട് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ ചെടികളുണ്ടല്ലോ ഇവിടെ. അപ്പൊ എന്തായാലും എല്ലാവരും ഇവിടെ ഒക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് ആ വീട്ടിലേക്കുള്ള നല്ല ഭംഗിയായി വീടൊക്കെ നല്ല മനോഹരമാക്കി വെക്കാൻ പറ്റിയ അടിപൊളി ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും ഇവിടെ വന്നൊന്ന് വാങ്ങിച്ചോളൂ. പിന്നെതാ ഇത് നമ്മളെ വീട്ടിലുണ്ടായിരുന്നല്ലോ ലിജി ഇല്ലേ? ഈ ചെടി നമ്മളെ വീട്ടിലില്ലായിരുന്നോ? ഉണങ്ങിപ്പോയി തോന്നുന്നല്ലേ? ഇതിന്റെ ചെറിയ ഇല്ല. ഇത് കണ്ടിട്ട് ശരിക്കും പ്ലാസ്റ്റിക് പോലെ ഉണ്ടല്ലേ? ഏത്? ബോൺസായി ഐറ്റംസ് ആണോ അത്? ഒരു മരം ചെടിച്ചട്ടികൾ. പിന്നെ എന്തൊക്കെ അധികം വെറൈറ്റി ഉള്ളത്? വേറെ വെറൈറ്റി ഐറ്റംസ്
കാറ്റസ്, സക്കുലന്റ്. ആഹാ, ഇതൊരു പ്രത്യേക തരാണല്ലോ അത്. ഇത് നോക്കിയേ കണ്ണാ, ഇത് നോക്കിയേ, നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ സാധനം. എല്ലാം വലുതും 15 വർഷം പ്രായമായവരുണ്ട്. റൂമിലല്ല, നന്നായിട്ട് വെയിൽ വേണം. ഇത് നല്ല വെയിൽ വേണല്ലേ? ആ, ഇതൊക്കെ ഒരു വെറൈറ്റി, നല്ല രസമുണ്ട്. വാവ്, അടിപൊളി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിലൊക്കെ കണ്ടോ, ഇത് കുഞ്ഞു കുഞ്ഞ് കൈതച്ചക്കേന്റെ ഇല പോലെ കണ്ടോ, നല്ല അടിപൊളി സാധനങ്ങൾ ഇതാ അവിടെ. നല്ല ഭംഗികളൊക്കെ, വിലയൊക്കെ നോക്കി, നല്ല വെറൈറ്റി. വീടിന്റെ ഉള്ളിൽ വെച്ചെടുക്കുക. ഉണ്ടോ ഇതിന് ഇല, ലീഫൊക്കെ നോക്ക്. ഇത് നോക്ക്, ഈ സാധനം ഇത് നോക്ക്, ഇത് നോക്ക്. അത് കല്ല് പോലെ സ്റ്റോണിന്റെ. വാവ്, അടിപൊളി ഇട്ടോ. നോക്കി, മനസ്സിലാവൂല, അടിപൊളി. അതൊക്കെ ഭയങ്കര ഭംഗിട്ടോ. നമ്മള് കടലിനുള്ളിൽ ഓരോ പവിഴപ്പുറ്റുകൾ ഉണ്ടാവില്ലേ, എന്നും വരില്ലേ നമുക്ക്. സ്റ്റാറുകള്, അതന്നെ. ഓരോ സ്റ്റാർ, അല്ലാത്ത സ്റ്റാർ. ഈ സാധനം ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണാം. ഇതിന്റെ ലീഫൊക്കെ നോക്ക്. വാവ്, ഇത് അടിപൊളിയാണ് കേട്ടോ. നമ്മള് ഒരു എന്താ പറയാ, ഞാൻ ഒരുപാട് നഴ്സറിയിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നു കേട്ടോ. നമുക്ക് വീടിനുള്ളിൽ വെക്കാൻ പറ്റും തോന്നുന്നല്ലേ, വീടിനുള്ളിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് കേട്ടോ. നല്ല ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇവിടെ എന്തായാലും എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ വന്ന് കണ്ട് സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ട് വാങ്ങിയിട്ട് പോവാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ, വിലയും കുറവാണ്. വാവു, അടിപൊളിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേച്ചി, ഇത് വീടിനകത്ത് വെക്കാൻ പറ്റുന്നല്ലേ? ഇത് ഇല്ലേ, ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? അതെല്ലാം 100 രൂപ. ഒക്കെ 100 ആണോ? ഈ ഐറ്റംസിനൊക്കെ 100 രൂപ ആണോ? 4 ദിവസം കൂടുമ്പോൾ ചെറുതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. മതിയില്ലേ? ഒരുപാട് വലിപ്പം വെക്കും അത്? അതിന്റെ വലിപ്പത്തിന്റെ മോഡലാണ് ഇല്ല, ഈ വലിപ്പം അല്ലേ? അതങ്ങനെ വളരും. പിന്നെ ഇടയ്ക്കൊരു പൂ വരും. ആ, ഓക്കെ 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 ഓക്കെ. ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? ഇത് 1500, 1200, 200. ഓക്കെ. പിന്നെ അതിന്റെ വലിയ ഐറ്റംസ് ആണ് കേട്ടത്. ഇത് നോക്കി, ഈ ഐറ്റംസ് നോക്കി. ഇത് ഈ ചെടി, ഇതൊക്കെ എവിടെ നിങ്ങൾ കൊണ്ടുവരുന്നത്? പൂനെന്നാണോ? ഓ, ഇത് നോക്കി, ഒരു വെറൈറ്റി ഐറ്റംസ് നോക്കി. എന്താല്ലേ, അടിപൊളി. ഇതാണ് അതിന്റെ വലുത്. വാ, ഒരു കർമ്മസം മരം അല്ലേ, പപ്പായ. ഞങ്ങളെ നാട്ടില് പറയുന്ന പപ്പായ. അതാ പപ്പായ, വലിയ പപ്പായ. വലിയ ഉയരമൊന്നുമില്ല ഇതിന്റെ മരം അല്ലേ, പപ്പായന്റെ. ഓ, ഇതാ കണ്ടില്ലേ? ഇത് പിന്നെ പൂക്കളൊന്നും ഇല്ലാത്ത പറ. ഈ കോലത്തിൽ ആദ്യമായിട്ടാണ്. ആ, മതി മതി, കുഴപ്പമില്ല. പിന്നെ പക്ഷെ ഒരു വെറൈറ്റി കേട്ടോ. ഞാൻ ഒരുവിധ നഴ്സറിയിലൊന്നും പോയിട്ട് കാണാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഉണ്ടോ? ഞങ്ങൾക്ക് വീട്ടിലേക്ക് വാങ്ങി കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ദൈവം സഹിച്ച് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് കയറാമല്ലോ നമുക്ക് ലിജി. നോക്കിയേ, ഇതൊരു പ്രത്യേക വെറൈറ്റി ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഒരുപാട് ഉയരൊന്നും വെക്കില്ല, ചട്ടിയിൽ ഇങ്ങനെ ഫില്ലിംഗ് ആയിട്ട് നിൽക്കും. ഇത് സാധാരണ തെച്ചി അല്ലേ? ഇതില്ലേ, ഇത് വള്ളിയായിട്ട് പടർന്നു പോണ സാധനം മാണ്ടിവില്ല. ഇത് പല കളർ ഉണ്ടാവും പൂവ്. ആ, പക്ഷെ ഇതിങ്ങനെ പടർന്നു പോണതാ. നമുക്ക് പടർത്താൻ പറ്റിയ സാധനമാണ് അല്ലേ? ശരി, കയറ് കെട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് അവിടെ സൈഡിൽ പടർത്തിരുന്നു അല്ലേ? ഇതിന് എന്താ വില? 160 രൂപ അല്ലേ? നിങ്ങൾ എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ വൈകിട്ട്?
ഞങ്ങൾ തിരിച്ചു വരുമ്പോ കയറാം കേട്ടോ. ഇത് വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ ഉണങ്ങിപ്പോയി അല്ലേ? ഒരുപാട് നമ്മളെ വീട്ടിൽ ഒരുപാട് ഉയരം വെച്ചതിന് ശേഷം ഉണങ്ങിപ്പോയത്. അടിപൊളി നല്ല ഭംഗിയാ കാണാട്ടോ. ഇതിന്റെ മുകളിൽ ഇത്തിരി വെള്ളം ആവുമ്പോ ആ വെള്ളത്തുള്ളിയും കൂടെ കാണുമ്പോ നല്ല ചട്ടിക്കുരുമുളകാണ് ഇത്. ചട്ടിയിൽ നമുക്ക് ചട്ടിയിൽ വെക്കാൻ പറ്റുന്നല്ലേ? സ്ഥലം കുറവുള്ളവർക്കൊക്കെ കൊണ്ടേക്കാം. വീട്ടില് സ്ഥലം കുറവുള്ളവർക്കൊക്കെ ചട്ടിയിൽ ചട്ടിയിൽ കുരുമുളക് ഉണ്ടായിട്ടുണ്ടല്ലോ. അതാ ഇതിന്റെ മുകളിലുണ്ടാവും അല്ലേ? 2 കിലോ കുരുമുളക് ഉണ്ടായിട്ടുണ്ടോ? അടിപൊളി. ഇതാ ഇത് 2 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ് കേട്ടോ. ഇത് ഒരുപാട് ഉയരൊന്നും വെക്കില്ല. 2 വർഷം കൊണ്ട് കഴിക്കുന്ന പ്ലാവ്. എന്ത് ചക്കയാണ് ഇതിനകത്ത് വരിക? ചക്ക വിയറ്റ്നാം എയർലി. ഓക്കെ, വിദേശമാണോ സാധനം? പുറത്തുനിന്ന് വരുന്നതാണോ? പേരക്കന്റെ കുറച്ചുകൂടെ വൈഡാക്കി എടുക്കാം. കണ്ടോ, ഇത്ര വലിപ്പമുള്ളൂ. ഇതിന്റെ മുകളിൽ പേരക്ക ഉണ്ടായിട്ടുണ്ടോ? കാണുന്നുണ്ടോ പേരക്ക? പിന്നെ മാവ് റംബുട്ടാന്റെ പുതിയൊരു വെറൈറ്റി. റംബുട്ടാനേക്കാളും ടേസ്റ്റ് ആയിരിക്കും കായ്ക്ക്. പിന്നെ ചക്കക്ക് കുരുവില്ലാത്ത വത്തക്ക പോലെ മുറിച്ചെടുക്കുന്ന പുതിയൊരു ഐറ്റംസ്. സീഡ്ലെസ് ചക്ക, ജാക്ക് ഫ്രൂട്ട്. പിന്നെ ഇത് മാവ് അല്ലേ? മാവ് എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ അല്ലേ? ഇതിനിപ്പോ എന്താണ് വളം? എന്താണ് വളം? 2 മണിക്കൂറിനുള്ളിൽ കയ്പുള്ളതോ എരിവുള്ളതോ എന്ത് തിന്നാലും വാഴയ്ക്ക് മധുരമായിരിക്കും. അതില്ലേ? ഓക്കെ. ഇതിന് എന്താണ് വളം? എന്ത് വളങ്ങൾ ഉപയോഗിക്കുന്നത്? മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടി. ഡെയിലി രാവിലെ വൈകുന്നേരം നനച്ചു കൊടുക്കൂലേ? ഒരു പ്രാവശ്യം നനക്കും. സാന്തോൾ പുതിയൊരു ഐറ്റംസ്. മാങ്കോസ്റ്റിന്റെ മോഡൽ പുതിയൊരു ഐറ്റംസ്. സാന്തോൾ, ദുരിയാൻ, പെപ്പൽ. സപ്പോട്ട ഇത്ര വലിപ്പമുള്ളൂ, പക്ഷെ അതിന് ഒരെണ്ണം ഉണ്ടായതുണ്ടോ? ചെറിയ സപ്പോട്ട. വെറൈറ്റി മാവുണ്ട്. മല്ലിക, അൽഫോൺസ, നീലൻ. ഒക്കെ ഉയരം കുറഞ്ഞ് കായ്ക്കുന്നതാണല്ലേ? സൈസും ഉണ്ട്, ഉയരം കൂടിയ സൈസും ഉണ്ട്. രണ്ടും ഉണ്ട്. ഇതിന്റെ മറ്റൊരു ഭാഗം അല്ലേ? അടിപൊളി. ഇവിടെ ഒരുപാട് പൂക്കളുള്ള ചെടികൾ അധികം ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ? ഇതെന്ത് ചെടിയാ ഇത്? ഡിസംബറിൽ ആണ് ഇതിന്റെ കളർ ആരംഭം. ഡിസംബറിൽ അല്ലേ? ഫെബ്രുവരി മാർച്ച് വരെ ഇതിന് കളർ ഉണ്ടാവും. പച്ച കളറാവും. ഓക്കെ. ഡിസംബർ മുതൽ മാർച്ച് വരെ ഇതിന് കളർ 2 വേരിയേഷൻ ഉണ്ടല്ലോ. 3 കളർ. ഒരുപാട് കളറുകളുണ്ട്. ഇപ്പൊ വന്നത് 3 കളറാ. അത് കഴിഞ്ഞാൽ ഇലയൊക്കെ കംപ്ലീറ്റ് പച്ച. ഇത് കംപ്ലീറ്റ് ഇലയാണ്. ഇലയാണ്. ഇല പൂവായിട്ട് വിരിയുന്ന ടൈമാണ് ഡിസംബർ മാസം. വെറൈറ്റി റോസ്, വെൽവെറ്റ് റോസ്. അടിപൊളി. നോക്കിയേ, വെൽവെറ്റ് കാണുന്നുണ്ടോ? പക്ഷെ വെൽവെറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ അല്ലേ? വെൽവെറ്റ് റോസ് അടിപൊളി കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ വെൽവെറ്റ് റോസ് കാണുന്നല്ലേ? അതിന്റെ പല കളർ ഉണ്ടല്ലേ ആ ചെടികള്. ഇത് വേറൊരു ടൈപ്പ്. ഇത് എന്താ പറയുന്നത്? പിന്നെ വേറെന്താ പറയാ? ജമന്തി അല്ലേ? ജമന്തിയാണോ അത്? ജമന്തി പൂവാണോ? ജമന്തി. അത് പല കളർ ഉണ്ട് അല്ലേ? വെള്ളുണ്ട്, പിന്നെ ഈ ഒരു കളർ ഉണ്ട്, ഈ ഒരു കളർ കാണിക്ക്. ഈ ഒരു കളറ്, പിന്നെ ഒരു വൈറ്റ്, പിന്നെ യെല്ലോ. അടിപൊളിയായി. ഇത് നല്ല രസമുണ്ടല്ലോ. ഇത് നമ്മളെ നാട്ടില് ജനുവരി ചെടി എന്ന് പറയും. ജനുവരി ചെടി. ജനുവരി പൂ എന്നാ പറയാ. ചുമപ്പ് മാത്രമേ ഇവിടങ്ങളിൽ കാണാൻ കഴിയുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് വരുന്നത് പല കളർ. ഇത് മുട്ടിട്ട് നിക്കാൻ തോന്നുന്നല്ലേ? അതിന്റെ പൂവ് അതിന്റെ പല കളറുണ്ട് കേട്ടോ. ഇതിന്റെ പേരാണ് കലാഞ്ചിയ എന്നാണ് അതിന്റെ പേര്. പൂട്ട് ഓറഞ്ച് പൂവയ്ക്ക് നല്ല ഭംഗിയുണ്ട്. അടിപൊളിയേ ഇവിടെ ഓറഞ്ച്. ഇത് വേറൊരു ഇന. അതിന്റെ ഇല ഇങ്ങനെ ഇല മാത്രാണ്, പക്ഷെ പൊടി ആയതുപോലെ ഇത് നോക്ക്. ഇതെന്ത് ചെടിയാ? ഇത് ഒരു ഇലച്ചെടിയാണ്.
ബോൾട്രേ എന്ന് പറഞ്ഞ പുതിയ ഐറ്റംസ് ഈ വർഷം വന്നാ ഇതുവരെ കണ്ടില്ല. ഈ വർഷം ആദ്യമായിട്ട് വരികയാണ്. എന്താ പേര്? ബോൾട്രേ. ബോൾട്രേ. ബോൾട്രേ എന്ന് പറഞ്ഞ ചെടിയാണ് ഇതല്ലേ? ഇതിലെ ഇല തന്നെയാണ് തോന്നുന്നു അല്ലേ? ഇല കളർ ചേഞ്ച് ചെയ്യോ? കളർ ചേഞ്ച് ആവില്ല. തിരുവനന്തപുരം പോലെ ഇല എപ്പോഴും ഈ വെറൈറ്റിയിൽ ഉണ്ടാവും. ഫാൻസി മുളകുകളാണ് അല്ലേ? വേറെ ഏതാണ്ടോ? ഓക്കെ ഓക്കെ. ആഹാ, അടിപൊളി മുളക്. ആ കുഞ്ഞു മുളകിലേക്ക് വയലറ്റ് കളർ അടിപൊളി. ഈ മുളക് നോക്ക്, ഇതൊക്കെ നോക്ക്, നല്ല രസമല്ലേ നോക്കി ഈ മുളക്. പിന്നെ കടലാസ് പൂവ്. എന്താ പറയാ വേറെന്തോ ഒരു പേര്. സ്ട്രോബെറി. സ്ട്രോബെറി. സ്ട്രോബെറി നോക്കി. ഇത് പിന്നെ പച്ച കളർ എന്താ? പഴുക്കാറായിട്ടില്ല അല്ലേ? ഫ്രൂട്ടിന്റെ മരമാണോ ഇത്? ഡ്രാഗൺ ഫ്രൂട്ട് ആണ് അല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളി. ഇതുമല്ലാണ് കള്ളിച്ചെടി. കണ്ട കള്ളിച്ചെടിയാന്ന് വിചാരിക്കും അല്ലേ? ഇതിന്റെ മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവണം അല്ലേ? ഓക്കെ ഓക്കെ. കറ്റാർ വാഴ. ഇതാണ് അവിടെ നേരത്തെ കണ്ടത്. വേറൊരു വെറൈറ്റി കളർ ഇങ്ങനെ മാറി വരികയാണ്. ഇതെന്താണ്? തായ്ലൻഡ് വെള്ളം ബോഗൺവില്ല. മഴക്കാലത്തും പൂക്കുന്ന ഒരു ഐറ്റംസ് ആണ്. മഴക്കാലത്തും പൂക്കും. ഓൾ സീസൺ. ഇത് ബോഗൺ വില്ലകൾ. ബോഗൺ വില്ലകൾ. നമ്മൾ കടലാസ് പൂ എന്ന് പറയുന്നത് അല്ലേ? ബോഗൺ വില്ല. ആ റോസപ്പൂ വേറൊരു വെറൈറ്റി റോസപ്പൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി റോസപ്പൂവാണ്. മഞ്ഞ. ഒരു കടും ചോപ്പാണല്ലേ? ലൈറ്റ് മഞ്ഞാണ് അല്ലേ? ഇതെന്തായിരുന്നു ഈ ഐറ്റംസ്? യൂഫോർബിയ. കേട്ടോ. നമ്മളെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് നനച്ചെടുത്ത പെട്ടെന്ന് ചീഞ്ഞു പോവില്ല. അത് വലിയ കംപ്ലൈന്റ് ഒന്നും വരൂല. കട്ട് ചെയ്ത് കഴിയുമ്പോ അതിന്റെ ഹോൾസിലൂടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ചീച്ചിരും. ഇത് വീട്ടിലുണ്ടായിരുന്നു. ഇതായിപ്പോയി. ഒരുപാട് നനവ് കൊണ്ടിട്ടാന്ന് തോന്നുന്നു അല്ലേ? ഇതൊരു വെറൈറ്റി ഐറ്റംസ് ആണല്ലോ. തൂക്കിയിടുന്നതാ? വലിയ ഹാങ്കിങ് ഉണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഒരുപാട് ചെടി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ വന്ന് കാണേണ്ടത് തന്നെയാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമ്മൾ ഒരുപാട് നഴ്സറിയിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നഴ്സറിയിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാനുണ്ട്. നമുക്ക് തന്നെ കൺഫ്യൂഷനാണ് ഏതൊക്കെ ചെടികൾ വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരികയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് കണ്ട് ആസ്വദിച്ച് വാങ്ങുക. അടിപൊളി ഐറ്റംസ്. നമ്മൾ വീട് ഒരു പൂന്തോട്ടം തന്നെ ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ഇവിടെ ഉണ്ട്. ആഹാ, കുഞ്ഞു മാത്തയിട്ടോ. ഇത് എത്ര മാസം കൊണ്ട് കഴിക്കുന്നതാണ്? ഇത് 10 മാസം കഴിഞ്ഞാൽ പൂവിടാൻ തുടങ്ങും. 1.5 വർഷം നമ്മൾ മാങ്ങ പിടിപ്പിക്കാതെ കൺട്രോൾ ചെയ്ത് വരും. അത് കഴിഞ്ഞാൽ പിന്നെ 1.5 വർഷം നമ്മൾ അത് പൂത്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് മാങ്ങ പിടിപ്പിക്കാം. പിന്നെ ഓരോ കണ്ണിനും കണ്ടമാനം മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങന്റെ എണ്ണം കുറച്ചിട്ട് നമ്മൾ പരിപാലിച്ചു പോരും. ഒരു 3 വർഷം കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി ഫുൾ ടൈം കായ വരും അല്ലേ? ആ ശരി. നമ്മുടെ ഒരു 1.5 വർഷത്തിനുള്ളിൽ അത് പൂത്ത് കഴിഞ്ഞാൽ ആ പൂത്തത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു 3 വർഷം വരെ നമ്മൾ അതിനെ പരിപാലിച്ച് കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് വിടുന്നതൊക്കെ നല്ല കണ്ടീഷൻ ആയിട്ടുണ്ടാവും എന്ന് പറയുന്നത് അല്ലേ? ഫുൾ ടൈം മാങ്ങ ഉണ്ടാവും. തായ്ലൻഡിന്റെ കിയോസഫായി. തായ്ലൻഡ് ഐറ്റംസ് ആണ് ഇത് അല്ലേ? കിയോസഫായി. അത് തായ്ലൻഡ് ഭാഷയാണ്. തായ്ലൻഡ് ഭാഷയാണ്. പിന്നെ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാണ്. ഇത് തെങ്ങാ? ആ, കവുങ്ങും തൈ മാതിരി പെട്ടെന്ന് തോന്നുന്നല്ലേ?
തെങ്ങ് എത്ര മാസം കൊണ്ട്? 3 വർഷം. 3 വർഷം കൊണ്ട് കഴിക്കുന്ന തെങ്ങ് തൈയാണ് കേട്ടത്. ഏത് ഇനത്തിൽപ്പെട്ടത്? ആന്ധ്രന്റെ ആ സണ്ണങ്ങി ഐറ്റംസ്. ആന്ധ്രന്റെ. ഇത് നമ്മളെ ചന്തങ്ങന്മാർ ചുവന്ന കളറാണോ അല്ലെങ്കിൽ പച്ച കളർ തന്നെയാണ്? പച്ച കളർ. ആ അപ്പൊ പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയാണ് ഈ ഐറ്റംസ് ഉള്ളത്? ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ശരിക്കും നമ്മൾക്ക് നടന്ന് ഐറ്റംസ് ഓരോന്ന് കണ്ട് ആസ്വദിച്ച് വാങ്ങാൻ മതി. ഇതെന്താ ഐറ്റംസ്? എന്താ സാധനം? ബേറാപ്പിൾ. എലന്തപ്പഴം പോലെ ഉപ്പിലിടുകയും ചെയ്യാം, അല്ലാതെ കടകളിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നതാണ്. ആഹാ, ഇത് വള്ളിയായിട്ട് പോണ സാധനമാണോ? വള്ളിയല്ല, കുറ്റിച്ചെടി ആയിട്ട് തന്നെ അല്ലേ? നെല്ലിക്ക. ഇതൊന്നും ഒരുപാട് ഉയരം വെക്കലുണ്ടാവില്ല അല്ലേ? ബഡ് തൈകളൊന്നും ഒരുപാട് ഉയരം വെക്കൂല. തായ്ലൻഡിന്റെ പേര 1.5 ചാമ്പ, ചുവപ്പ്, പച്ച. ഒന്ന് ഞങ്ങള് ഫിറ്റ് ചെയ്ത് കായ്പ്പിച്ചിട്ട് സാമ്പിളിന് അമ്പഴങ്ങ, അവിടെ ഫുൾ കായുണ്ട്. അമ്പഴങ്ങ, ബേറാപ്പിള്, പിന്നെ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ്, റംബുട്ടാന്, എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ട് കായ്പ്പിക്കുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ ഈ ഇത്ര വലിപ്പം വെക്കുന്നില്ലേ മരം? ഇത് പിന്നെ ഒന്നും കൂടി വലിപ്പം ഉണ്ടാവും. ഇത് ചാക്കിൽ നട്ടതാണ് കായ്ക്ക് വലിപ്പം. ഇത് പഴുത്തതാണോ പച്ചയാണോ? അങ്ങനെ പച്ചയാണ് അല്ലേ? കളർ മാറൂല. കഴിച്ചോട്ടെ. മധുരണ്ടേ? രസമുണ്ട്, അടിപൊളിയാണെന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചു നോക്കാം. ഇത് നിങ്ങളിവിടെ പിന്നെ ഇത് മണ്ണിൽ കുഴിച്ചിട്ടല്ലേ? കവറിൽ വെച്ച് വലിപ്പം കിട്ടാത്തത്. മണ്ണിലാണെങ്കിൽ ഒരു കോഴിമുട്ടന്റെ വലിപ്പം വരൂല്ലേ? ഇത് എത്ര മാസം കൊണ്ടല്ലേ എത്ര വർഷം കൊണ്ട് അത് കായ്ക്കുക? കായ്ക്കാൻ ചെറിയ കുഞ്ഞു തൈകൾ തന്നെ ബഡ്ഡിംഗ് ആണ്. അതുകൊണ്ട് കായോട് കൂടി തന്നെയാണ് ചെടികൾ വരുന്നത്. 10 മാസത്തിന്റെ ഉള്ളിൽ തന്നെ കായ്ക്കൂല്ലേ? ഒരു വെറൈറ്റി അല്ലേ കേട്ടോ. നോക്കി, നല്ല രസമാണ്. നല്ല കളറ്, വെറൈറ്റിയാണ്. അടിപൊളി. ആ വെണ്ടക്ക ഉണ്ടാക്കിയത് ലിജി? വെണ്ട കാളക്കൊമ്പൻ. കാളക്കൊമ്പൻ അതാക്കി. ആ വെണ്ട നോക്കി. നല്ല നീളമുണ്ടല്ലേ കാളക്കൊമ്പൻ. വെണ്ട നല്ല നീളമുണ്ട് അല്ലേ വെണ്ട? ഹാങ്ങിങ് ചെടികളാണിതല്ലേ കംപ്ലീറ്റ്? എന്താണ് ഇതിൽ? അമ്പഴങ്ങല്ലേ? ആഹാ, ഇത് നോക്കി. ഉയരം കുറഞ്ഞ് നമുക്ക് വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഉയരം കുറഞ്ഞ് കായ്ക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. 4 വർഷമായി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കായ്ച്ചുകൊണ്ടിരിക്കോ? ഇത് തായ്ലൻഡിൽ നിന്ന് വരുന്ന സാധനമാണോ? അത് പഴുത്തതാ? പഴുപ്പായി വരുന്നേ ആ മഞ്ഞ കളറായിട്ട് വരുന്നില്ലേ? മാങ്ങന്റെ ടേസ്റ്റ് ആണ്. മാങ്ങന്റെ ടേസ്റ്റ്. പുളിയുണ്ട്. നല്ല 100% പഴുത്തു കഴിഞ്ഞാൽ ആ പുളിപ്പ് ഉണ്ടാവില്ല. നല്ല മധുരം ഉണ്ടാവും. കയ്യിലൊക്കെ ഇതെന്താ? അത്തിപ്പഴം. അതിന് മുകളിൽ ചെറുതുണ്ടായിരുന്നതാ അത്തിപ്പഴം. നോക്കിയേ, ഒരു വെറൈറ്റി അല്ലേ? അടിപൊളി.
അപ്പോൾ പുതുപ്പാടിയിൽ നമുക്ക് ഉള്ളിലേക്കൊന്നും പോകാനൊന്നുമില്ല. വയനാട് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് വരുന്ന വഴിയിൽ തന്നെയാണ്, NH തന്നെയാണ്, പുതുപ്പാടി പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പം നല്ല എന്തായാലും 26 മൈലിലാണ് അല്ലെ, പുതുപ്പാടി 26 മൈലിലാണ് നമ്മുടെ കുരിശുപള്ളിന്റെ നേരെ ഓപ്പോസിറ്റ്. പ്ലാൻ പാർക്കാണ് നമ്മുടെ. എന്തായാലും ഇവിടെ എല്ലാവരും ഒന്ന് വരണം. വില കുറവുണ്ട്, നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ വീട് നല്ല കൊച്ചു പൂന്തോട്ടം തന്നെ ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഒക്കെ പ്രവീൺ ലിജി വ്ളോഗ്സിന്റെ പേര് പറഞ്ഞ് ഇവിടെ വന്നോളൂ, എന്തായാലും ഒരു ഡിസ്കൗണ്ട് തരും കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ വളരെ സന്തോഷത്താ. നിങ്ങളെ അടുത്ത ബ്രാഞ്ചാണ് ചുരം കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ലക്കിടി. അപ്പോ ഇത് തന്നെ പ്ലാൻ പാർക്കിന്റെ വേറൊരു ബ്രാഞ്ചും കൂടെ ഉണ്ട്. നമ്മൾ വയനാട് ചുരം കയറുന്നതിന്റെ ഫസ്റ്റ് ചുരം കയറുന്നതിന്റെ ലക്കടിന്റെ അല്ലെ, ലക്കടിയാണോ സ്ഥലത്ത് അവിടെ പറയാ? ലക്കടി. അപ്പൊ അതിന്റെ ഇടത് ഭാഗത്ത്. ഓക്കെ, അടിപൊളി. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ നമുക്ക് കയറാം എന്നാലും ലിജി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഒക്കെ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.